ജോസഫ്. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. ലങ് ക്യാൻസറാണ് എനിക്ക്. ഇപ്പോൾ ഞാൻ 5ാമത്തെ കൊല്ലമാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്. എന്നാലും ഇപ്പോൾ എനിക്കെല്ലാം സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അമലയിലാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ ഒരു കേക്കിൻ്റെ സെയിലുണ്ട്. അത് അച്ഛന്മാരായിട്ട് എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. എൻ്റെ മോളുടെ പേരാണ് സേറ എന്ന്. അപ്പോൾ മോളുടെ പേരിൽ തന്നെയാണ് ഞാൻ കേക്ക് സെയിൽ ചെയ്യുന്നത്. സേറാസ് കേക്ക്സ് എന്നാണ് കേക്കിൻ്റെ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേര്. അപ്പോൾ ക്രിസ്മസ് സീസണിലാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത്. ഇതിപ്പോൾ 3 കൊല്ലമായി ഞാനിവിടെ സെയിൽ ചെയ്യുന്നു. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടുത്തെ മാനേജ്മെൻറ്റും എല്ലാവരും എനിക്ക് ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങളാണ്. എനിക്കിപ്പോൾ ഞാൻ ഇവിടെ സെയിൽ ചെയ്യുന്നത് റിച്ച് പ്ലം കേക്കും ഡേറ്റ്സ് പുഡിംഗ് കേക്കാണ്. അത് ഇന്നിപ്പോൾ കൊണ്ടുവന്നതൊക്കെ സെയിലായിട്ടുണ്ട്. ഇപ്പം ഇനി 3 പീസും കൂടെ ഉള്ളൂ. അങ്ങനെ കണ്ടമാനം കൊണ്ടുവരാറുണ്ട്. ഒരു 60 പീസ് 80 പീസൊക്കെ വെച്ച് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ കൂടുതൽ ബൾക്ക് ഓർഡേഴ്സ് ആകുമ്പോൾ ഞാനൊരു ചേച്ചി എൻ്റെ പോലെ വേറെ ജോലി ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഹോം ബേക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബൾക്ക് ഓർഡേഴ്സ് വരുമ്പോൾ എന്നെക്കൊണ്ട് എല്ലാം പറ്റില്ല, എന്നാലും മാക്സിമം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടാണ് ഞാൻ അങ്ങോട്ട് സെയിലിനായിട്ട് വരുന്നത്. ചികിത്സ എനിക്ക് 4th സ്റ്റേജിലാണ് എൻ്റെ ക്യാൻസർ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയത്. അത് പിന്നെ നമുക്ക് കീമോ ഡയറക്റ്റ് ചെയ്യാൻ പറ്റണ ഒരു സ്റ്റേജ് അല്ലായിരുന്നു. ഇപ്പോൾ ലങ് ക്യാൻസർ, ലെഫ്റ്റ് ലങ്സ് കംപ്ലീറ്റ്ലി ഡാമേജായി. ഇപ്പോൾ 5 കൊല്ലമായിട്ട് ഞാൻ റൈറ്റ് ലങ്സ് കൊണ്ടാണ് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. നടക്കുമ്പോഴും ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ കിതപ്പ് വരും. അങ്ങനെ പിന്നെ സ്പ്രെഡ് ഉണ്ട് ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ഒക്കെ സ്പ്രെഡ് ഉണ്ട്. അപ്പോൾ എനിക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു. ഈ ഒരു കാരണത്താൽ റിസൈൻ ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കണമല്ലോ. അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു. നല്ല എക്സ്പെൻസീവാണ്. കാരണം എനിക്ക് ഡയറക്റ്റ് കീമോ അല്ലാത്തതുകൊണ്ട് ടാബ്ലറ്റാണ് ഞാൻ ചെയ്യുന്നത്. ട്രീറ്റ്മെൻറ്റായിട്ട് എടുക്കുന്നത് ടാബ്ലറ്റാണ്, കീമോ ടാബ്ലറ്റ് തന്നെയാണ്. അപ്പോൾ അത് ഇപ്പോൾ ഒരു 14 ദിവസത്തെ ടാബ്ലറ്റിന് എനിക്കൊരു 1,06,000 രൂപയുടെ അടുത്ത് ചിലവുണ്ട്. പിന്നെ ഇപ്പോൾ അവർ 2 ബോക്സ് അല്ലെങ്കിൽ 3 ബോക്സ് വെച്ച് ഫ്രീ സ്ട്രിപ്പ് തരും. അത് കാരണം ഒരു സമാധാനം ഉണ്ടെന്ന് പറയാം. എന്നാലും നമുക്കൊരു 2-3 മാസത്തിൽ 1.5 ലക്ഷത്തിൻ്റെ അടുത്ത് ചിലവ് വരും. ഞാൻ ജോലി ചെയ്തിരുന്നു, ആ ഒരു സേവിങ്സ് ഉണ്ട്. പിന്നെ എനിക്കൊരു ബ്രദറുണ്ട്. ഞങ്ങൾ 3 മക്കളാണ്. അപ്പം ഞാൻ ഇളയതാണ്. എനിക്ക് മൂത്തത് ബ്രദർ, അതിൻ്റെ താഴെ ചേച്ചിയുണ്ട്. അപ്പോൾ ചേട്ടൻ UK അവർ നഴ്സുമാരാണ്. ചേട്ടനും ചേട്ടത്തി നഴ്സാണ്. ചേച്ചി ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ അവർ 2 പേരും സഹായിക്കുന്നുണ്ട്. ഹസ്ബൻഡും സഹായിക്കുന്നുണ്ട്. ഹസ്ബൻഡ് ദുബായിലാണ്. ആൾ ജെറ്റോർ എന്ന് പറഞ്ഞ കമ്പനിയിൽ QC ആയിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ അപ്പോൾ അവരുടെ ഒരു നല്ല സഹായമുണ്ട്. അവരുടെ 3 പേരുടെയും സഹായമുണ്ട്. പിന്നെ ഞാനിങ്ങനെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയുക, മിറാക്കിളാണ്. അവർക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയും, മോൾക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റണേ എന്ന് പറയും. നമുക്കൊരു അസുഖം വന്നു, നമ്മളത് വന്നു, അത് പിന്നെ നമ്മൾക്ക് ട്രീറ്റ് ചെയ്യുക. നമ്മൾ അതെന്നെ ആലോചിച്ചിരുന്നാൽ നമ്മൾ ഡൗൺ ആയി പോകും. ഞാൻ ഇപ്പോൾ 5 കൊല്ലം എനിക്ക് ആകെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അസുഖം വന്നിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ വിഷമിച്ചിട്ടില്ല. എനിക്ക് 3 കൊല്ലം കഴിഞ്ഞിട്ട് മോളുണ്ടായത്. അവൾക്ക് 1 വയസ്സായപ്പോഴേക്കും എനിക്ക് ക്യാൻസർ വന്നു. അപ്പൊ ഞാൻ ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിച്ചിരുന്നു, മോളെ തരാനാ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, അതിന്റെ വേറെ ഗിഫ്റ്റ് ഞാൻ ചോദിച്ചിട്ടില്ല എന്നാണ് പ്രാർത്ഥിച്ചിരുന്നത്. അപ്പൊ പിന്നെ മോള് വന്നപ്പോ ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം എന്തിനാണ് ഇപ്പൊ 3 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്കൊരു മോളെ തന്നത് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഇപ്പൊ അങ്ങനെ ചിന്തിക്കാറില്ല. കാരണം മോൾക്ക് 5 വയസ്സായിട്ടേ ഉള്ളൂ. അവൾക്ക് 1 വയസ്സായപ്പോ എനിക്ക് വയ്യാതായതാ. അവൾക്ക് 5 വയസ്സായിട്ടുള്ളൂ. പക്ഷെ മോൾക്ക് ഇപ്പോ എല്ലാം അറിയാം. കാരണം അവൾ 1 വയസ്സ് തൊട്ടേ എന്നെ ഇങ്ങനെ കാണുന്നതാ. അപ്പൊ അത് കാരണം അവളെ നമുക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവൾക്ക് എല്ലാം അറിയാം. ഇപ്പൊ നമ്മളൊന്ന് തളർന്ന് ഒന്ന് വയ്യ എന്ന് പറഞ്ഞ് കിടന്നാലും അവള് വന്നിട്ട് ഉഴിഞ്ഞു തരുള്ളൂ. എവിടെ അമ്മ വേദന എന്ന് ചോദിച്ചിട്ട് എന്നെ കെയർ ചെയ്യും. നല്ലോണം കെയർ ചെയ്യും മോള്.
ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ട്രീറ്റ്മെന്റ് ഇവിടെയാണ് അടുത്ത്. എനിക്ക് ഇവിടുന്ന് വരാനാണ് എളുപ്പം. അപ്പൊ ഹസ്ബൻഡിന്റെ വീട് ഇരിഞ്ഞാലക്കുടയാണ്. അപ്പൊ എനിക്ക് ഇവിടെ നിന്നാല് നമുക്ക് ചേട്ടന്റെ കാറുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ എല്ലാം ഡ്രൈവ് ചെയ്തിട്ട് തന്നെ വരിക. ഇവിടെ എൻ്റെ ഡോക്ടർ സുനു സിറിയക് ഡോക്ടറാണ്. അപ്പൊ ആള് ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മൾക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മളെ ഇതാക്കുന്ന ഒരു ഡോക്ടറാണ്. എന്ന് പറയാൻ നമ്മളെ അത്രയും ചില ഡോക്ടർമാർ അങ്ങനെ ഉണ്ടാവുള്ളൂ. എല്ലാം കേൾക്കും. നമ്മൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആള് കേൾക്കും. നിനക്ക് എന്തേ വയ്യേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിനക്ക് വയ്യെങ്കിൽ ഇപ്പൊ തന്നെ പോരെ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. അപ്പൊ ഡോക്ടർ ഭാഗത്ത് നിന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാത്തിനും. ഇതേപോലെ തന്നെ എനിക്കിവിടെ അച്ഛന്മാര്, ഡയറക്ടർ അച്ഛനുണ്ട്, ജൂലിയസ് എന്ന് പറഞ്ഞ അച്ഛനാണ്. ആളും ഭയങ്കര സപ്പോർട്ടാണ്. ആന്റണി അച്ഛൻ, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഇവിടെ വീട്ടിൽ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് മാത്രമാണ് പ്ലം കേക്കും പുഡിംഗ് കേക്കും നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ കൊല്ലം വരെ ഞാൻ ക്രീം കേക്കും എല്ലാം കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇക്കൊല്ലം ഞാൻ ഇടുന്നില്ല വിചാരിച്ചതായിരുന്നു. പിന്നെ അച്ഛൻ ഇവിടുന്ന് വിളിച്ചിട്ട് നീ ഒരാഴ്ചയെങ്കിലും ഇവിടെ ഇട്. അപ്പം മോൾക്ക് വയ്യാതിരുന്നു. പിന്നെ എനിക്കും ഇതേപോലെ ചെറിയൊരു ബുദ്ധിമുട്ടുകൾ വന്നു. അതുകൊണ്ടാണ് ലേറ്റ് ആയി. അല്ലെങ്കിൽ 1-ാം തീയതി തൊട്ട് ഇടും. വീട്ടില് സെയിലുണ്ട്. പിന്നെ ഡെലിവറി ചെയ്യുന്നുണ്ട്. വീട് തൊയക്കാന്ന് പറഞ്ഞ സ്ഥലത്താണ്, മുല്ലശ്ശേരി അടുത്ത്. മുല്ലശ്ശേരി എനിക്ക് വാട്സപ്പ് നമ്പറിലാണ് എല്ലാം ഞാൻ ചെയ്യുന്നത്. 9745115210. ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഇതേപോലെ ഞാൻ കൊറിയർ ചെയ്യുന്നവർക്ക് കൊറിയർ ചെയ്യും. ഒരു 10 കിലോമീറ്ററിന്റെ ഉള്ളില് ഡെലിവറി ചെയ്തു കൊടുക്കും. ഹോം ഡെലിവറി ചെയ്തു കൊടുക്കും. ജീന കഴിഞ്ഞ ഒരു 4 വർഷത്തോളമായിട്ട് എൻ്റെ ഒരു പേഷ്യൻ്റാണ്. അവള് വളരെ ധൈര്യത്തോട് കൂടിയിട്ട് ഈ ഒരു ക്യാൻസറിനെ ഫേസ് ചെയ്യുന്ന ഒരാളാണ്. അതും ക്യാൻസർ ചെറിയ സ്റ്റേജിലൊന്നല്ല, 4ാമത്തെ സ്റ്റേജിലുള്ള ഒരു അസുഖമായിട്ടും കൂടി ട്രീറ്റ്മെന്റ് വളരെ ഫലപ്രദമായിട്ടും വളരെ എഫിഷ്യൻ്റ് ആയിട്ടും എടുത്തുകൊണ്ട് പോകുന്നു. നല്ല റെസ്പോൺസും കിട്ടിയിട്ടുണ്ട്. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആളിപ്പോഴും ആളുടെ എല്ലാ ആക്ടിവിറ്റീസിലും വളരെ ചിയർഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. കേക്ക് ഉണ്ടാക്കൽ മാത്രമല്ല, ഐ തിങ്ക് ജീനയ്ക്ക് ഒരു ചുരിദാർ ബൊട്ടീക്കും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അതും ഒരു ചെറിയൊരു മോളും ഉണ്ട്. അവരെല്ലാം ഒരുമിച്ച് നല്ല പ്ലസന്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റേജ് ഓഫ് ഡിസീസിലും നല്ല പ്ലസന്റും നല്ല ധൈര്യമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരാളാണ്. അത് ഇറ്റ് ജസ്റ്റ് ഷോസ് ഈ ഒരു ഡിസീസിനോടുള്ള സൊസൈറ്റിയുടെ ഒരു ഔട്ട്ലുക്ക് മാറുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ജീന. കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ ഏത് സ്റ്റേജിൽ ഈ ഒരു ഡയഗ്നോസിസ് വന്നാലും ആൾക്കാർക്ക് ക്യാൻസറിന്റെ ഡയഗ്നോസിസ് പേടിയായിരുന്നു. അത് മാത്രമല്ല 4ാമത്തെ സ്റ്റേജിൽ എന്നൊക്കെ പറഞ്ഞെങ്കിൽ പിന്നെ ഒന്നും കാര്യമില്ല എന്നുള്ളൊരു തോട്ടായിരുന്നു നാട്ടുകാർ സമൂഹത്തിനുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഈ ഒരു ഡിസീസ് വന്നു, ക്യാൻസറിന്റെ ഒരു ഡയഗ്നോസിസ് വന്നു, അത് 4th സ്റ്റേജിൽ വന്നു. എന്നിട്ടും പ്ലസന്റ് ആയിട്ട് വർഷങ്ങളോളമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ നമ്മളെ ചുറ്റും കാണുന്നത്. ആ ഒരു മെസ്സേജ് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതിനും ജീന വളരെ ഹെൽപ്ഫുൾ ആണ്. അത്രയും ചിയർഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, അത്രയും പോസിറ്റീവായിട്ട് അതിനെ ഫേസ് ചെയ്യുന്നു. ആ ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി, പോസിറ്റീവ് തോട്ട്സോടുകൂടി ഫേസ് ചെയ്താൽ തന്നെ ഇതിന്റെ പല ഔട്ട്കംസും ബെറ്റർ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കും.